ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ FIUGP വിഭാഗം വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് സെമസ്റ്റർ 3 വർഷ ഡിഗ്രി വിഭാഗം വിദ്യാർത്ഥികൾക്കും കോമൺ ആയിട്ട് വരുന്ന ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് 4 യൂണിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർസെക്ഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ടെക്നോളജി, ഭാഷയും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ഒരു സംഗമം. ജസ്റ്റ് ആദ്യം ലാംഗ്വേജ് എന്താണെന്ന് പറയുന്നുണ്ട്. ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആശയങ്ങളും വികാരങ്ങളും കൈമാറാൻ മനുഷ്യൻ ഉപയോഗിക്കുന്ന സങ്കീർണമായിട്ടുള്ളൊരു സംവിധാനമാണ്. കാലത്തിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. സാങ്കേതിക വിദ്യ, അതായത് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്ന രീതിക്കാണ് നമ്മൾ എന്താ പറയുക, ടെക്നോളജി എന്ന് പറയുക. പുതിയ സാങ്കേതിക വിദ്യകളുടെ വളർച്ച ഭാഷാ വിവർത്തനത്തിനും അതുപോലെ വോയിസ് അസിസ്റ്റൻറ്റുകൾക്കൊക്കെ സ്പീച്ച് റെക്കഗ്നിഷനൊക്കെ വഴിയൊരുക്കി എന്നുള്ളതാണ്. ഇനി ഇതിൽ ഫസ്റ്റ് പറയുന്നത് എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി. 1800കളുടെ അവസാനത്തിൽ ആദ്യത്തെ ഇലക്ട്രോണിക് ഉപകരണം കണ്ടുപിടിച്ചത് മുതൽ കമ്പ്യൂട്ടർ, വിനോദം, ആശയവിനിമയം എന്നീ മേഖലകളിൽ വലിയ മാറ്റങ്ങളുണ്ടായി. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം ടെലഗ്രാഫ്, ടെലിഫോൺ, റേഡിയോ എന്നിവ ദൂരെയുള്ളവരുമായിട്ട് സംസാരിക്കാൻ സഹായിച്ചു. മധ്യകാലഘട്ടത്തിൽ ടെലിവിഷൻ കാഴ്ചകൾ കൂടി നൽകി. 1990കളിൽ ഇൻ്റർനെറ്റിൻ്റെ വരവ് ലോകത്തെ മുഴുവൻ ഒന്നിപ്പിച്ചു. 1970കളിൽ കമ്പ്യൂട്ടറുകളുടെ വരവോടെ ബിസിനസ് മേഖല എളുപ്പമായി. സൂപ്പർ കമ്പ്യൂട്ടറുകൾ ശാസ്ത്ര ഗവേഷണ രംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ ഒരു എവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. ഒന്ന് പേഴ്സണൽ കമ്പ്യൂട്ടർ. ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ആൾട്ടയർ 8800 1975ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പം എന്താണ് നമ്മൾ ഇത് നമ്മളെന്താണ് എഴുതാൻ, ഇമെയിൽ അയക്കാൻ, ഗെയിമിങ്, സ്ട്രീമിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് മൊബൈൽ ഫോൺ, നമുക്കറിയാലോ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഇതൊക്കെ. മറ്റൊന്ന് ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം ഒക്കെ പോലെ എന്താണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാനും പരസ്പരം ഫോട്ടോസ്, ന്യൂസൊക്കെ ഷെയർ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ്. ഇപ്പോൾ നമ്മൾ ഈ ChatGPT പോലെ, അതുപോലെ വിർച്വൽ അസിസ്റ്റൻ്റായിട്ട് സിരി, അലക്സ പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ സെൽഫ് ഡ്രൈവിംഗ് കാറുകളൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയല്ലോ. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിണാമമാണ് ഈ ഒരു എവല്യൂഷൻ്റെ. മറ്റൊന്ന് ലാംഗ്വേജ് ആൻഡ് സൈബർ സ്പേസ്. ഇൻ്റർനെറ്റും സൈബർ സ്പേസും നമ്മൾ ഭാഷ ഉപയോഗിക്കുന്ന രീതിയെ പൂർണ്ണമായിട്ടും മാറ്റി. ഇപ്പോൾ നമ്മൾ എഴുത്തായും ഓഡിയോ ആയും വീഡിയോ ആയും നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നു. ഇമെയിൽ, മെസ്സേജിങ് തുടങ്ങിയ വന്നതോടുകൂടി ഭാഷ വളരെ ലളിതമായിട്ട് മാറി. വേഗത്തിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി വളരെ ചെറിയ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? നമ്മളിപ്പോൾ സിമ്പിളാക്കിയിട്ട് ഷോർട്ടാക്കിയിട്ടൊക്കെ ഉപയോഗിക്കുമല്ലോ. ഇപ്പോൾ ഫോറിന് നമ്മൾ FOR എന്നുള്ളതിന് ജസ്റ്റ് ഒരു 4 മാത്രം ഉപയോഗിക്കുക. അതുപോലെ മോർണിംഗ് എന്നുള്ളതിന് MORNING എന്നുള്ളത് MNG എന്നൊക്കെ ഉപയോഗിക്കില്ല, അങ്ങനെ. അതുപോലെ ഇമോട്ടിക്കോണുകൾ, ഇമോജികൾ, ഹാഷ്ടാഗുകൾ, മീമുകൾ, ഇതൊക്കെ ഇതിൻ്റെ ഫലമായിട്ട് വന്നതാണ്. ഇമോട്ടിക്കോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീബോർഡിലെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് മുഖഭാവങ്ങളും വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന രീതി. നമ്മൾ ഇമോജികളൊക്കെ കണ്ടിട്ടില്ലേ? ഇമോജികളിലെ ഇതെന്ന് വെച്ചാൽ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന സ്മൈലിംഗ് ഫേസ് ആണ്, മറ്റേ സാഡ് ഫേസ്, എന്ന് പറഞ്ഞാൽ ഗ്രീനിങ് ഫേസ്, വലിയ ചിരിയുള്ളത്, അതുപോലെ കണ്ണടച്ച് കാണിക്കുന്നത്, അതുപോലെ സ്റ്റിക്കിങ് ഔട്ട്, നാക്ക് പുറത്തിട്ടിരിക്കുക, സർപ്രൈസ്ഡ് ഫേസ്, അങ്ങനെയൊക്കെയാണ് നോക്കുക. മറ്റൊന്ന് ഇമോജികൾ. ആ ചിഹ്നങ്ങൾക്ക് പകരം സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്ന ചിത്ര രൂപത്തിലുള്ള ചിഹ്നങ്ങളാണ് ഇമോജികൾ. ഇപ്പോൾ നമ്മളെല്ലാ ഫോണുകളിലും ഇത് ഒരുപോലെ ആയിരിക്കും കാണിക്കുക. നിങ്ങൾ വാട്സപ്പിലും ഇതിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. ജപ്പാനിൽ 1990കളുടെ അവസാനത്തിലാണ് ഇത് ഉപയോഗിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതാണ്. മറ്റൊന്ന് ടെക്സ്റ്റൽ അബ്രിവേഷൻസ്, ചുരുക്കെഴുത്തുകൾ. ഇപ്പോൾ നമ്മൾ ഈ മെസ്സേജ് അയക്കുമ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടി വലിയ വാക്കുകളൊക്കെ ചുരുക്കി എഴുതുന്ന രീതി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ലോഫിംഗ് ഔട്ട് ലൗഡ് എന്നുള്ള, BRB, ബി റൈറ്റ് ബാക്ക്, OMG, ഓ മൈ ഗോഡ്, IDK, ഐ ഡോണ്ട് നോ, BTW, ബൈ ദ വേ, TTYL, ടോക്ക് ടു യു ലേറ്റർ, IMO, ഇൻ മൈ ഒപ്പീനിയൻ, LMK, ലെറ്റ് മീ നോ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റൽ അബ്രിവേഷൻസ്. ഇനി ഇത് ഇൻ്റർനെറ്റ് ലാംഗ്വേജിൽ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് പുതിയ പോസിറ്റീവ് ഇമ്പാക്ട്സ്. പുതിയ ഭാഷകൾ പഠിക്കുന്നത് ഇൻ്റർനെറ്റ് എളുപ്പമാക്കി. വിവർത്തന ടൂളുകൾ ഭാഷകൾ തമ്മിലുള്ള വിടവ് കുറച്ചു. ഭാഷാ പഠനത്തിനായിട്ട് ഓൺലൈൻ കമ്മ്യൂണിറ്റികളുണ്ടായി. നാമവിശേഷമായി കൊണ്ടിരിക്കുന്ന ഭാഷകളെ സംരക്ഷിക്കാനും ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനൊക്കെ ഇത് സഹായിച്ചു. ഇതിൻ്റെ ദോഷങ്ങൾ, ആളുകൾ സ്വന്തം ഐഡൻറ്റിറ്റി മറച്ചു വെക്കാം എന്നതുകൊണ്ട് സൈബർ ബുള്ളിങ്, വെറുപ്പ് പടർത്തൽ തുടങ്ങിയവ കൂടി. നേരിട്ട് കാണാത്തത് കൊണ്ട് മെസ്സേജുകൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യത. അതായത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടല്ലോ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അയാളെന്താ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഇതിൽ ഉണ്ടാവും. ഇനി ലാംഗ്വേജ് ആൻഡ് ICT, ഭാഷയും ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും. പോസിറ്റീവ്
ഇംപ്ലിക്കേഷൻസ്. അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ദൂരെയുള്ളവരുമായിട്ട് വളരെ എളുപ്പത്തിൽ തത്സമയം ആശയവിനിമയം നടത്താൻ സാധിക്കും. അതുപോലെ വിവർത്തന സോഫ്റ്റ്വെയറുകൾ ഭാഷാ പ്രശ്നങ്ങൾ പരിഹരിക്കും. വെബ്സൈറ്റുകളിലൂടെയും ബ്ലോഗുകളിലൂടെയും വിവരങ്ങൾ ലോകമെമ്പാടും പങ്കുവെക്കാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് മെസ്സേജ് അയക്കുമ്പോൾ ചുരുക്കെഴുത്തുകളും ഇമോജികളും ഉപയോഗിക്കുന്നത് പരമ്പരാഗത ഭാഷയുടെ ഒരു ഭംഗി നശിപ്പിക്കും. എല്ലാവരും ഒരേ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തനതായ സംസ്കാരങ്ങൾ ഇല്ലാതാവുന്നു. ഇംഗ്ലീഷ് പോലെയുള്ള വലിയ ഭാഷകൾ മാത്രം പ്രാധാന്യം ലഭിക്കുകയും പ്രാദേശിക ഭാഷകൾ നശിച്ചു പോവുകയൊക്കെ ചെയ്യും. മറ്റൊന്ന്, ഈ ICT ഉപയോഗിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യ. നമ്മളൊക്കെ പലപ്പോഴും ICT ഉപയോഗിക്കുമ്പോഴും അതിന് പല ടെക്നിക്കൽ ടേംസും ഉണ്ട്. ഒന്ന് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ കമ്പ്യൂട്ടർ നൽകുന്ന നിർദ്ദേശങ്ങളാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിലൂടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന സംവിധാനത്തിന്. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുകളെയും ഡാറ്റയെയും മോഷ്ടാക്കളിൽ നിന്ന് സംരക്ഷിക്കാം. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരങ്ങൾ മറ്റാർക്കും മനസ്സിലാക്കാത്ത കോഡുകളാക്കി മാറ്റാം. ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുകളിലേക്കുള്ള അനധികൃത കടന്നുകയറ്റം തടയുന്ന സുരക്ഷാ മതിൽ. HTML വെബ്സൈറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റുകളെ കൂടുതൽ ആകർഷകമാക്കാൻ ഉപയോഗിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സോഫ്റ്റ്വെയറിനെ പറയാം. സെർവർ മറ്റ് കമ്പ്യൂട്ടറുകൾക്ക് വിവരം നൽകുന്ന പ്രധാന കമ്പ്യൂട്ടർ. വിർച്വൽ റിയാലിറ്റി യഥാർത്ഥ ലോകത്തിന് സമാനമായി കമ്പ്യൂട്ടർ നിർമ്മിത ലോകം. അതായത് നമുക്ക് ആ യഥാർത്ഥത്തിലുള്ള കാര്യം ശരിക്കും നമ്മളെ കയ്യിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതാണ് വിർച്വൽ റിയാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ഇൻ്റർനെറ്റ് ആസ്പെക്ട്സ് ഓഫ് എഫിഷ്യൻസി ആൻഡ് എക്കോണമി. ഇൻ്റർനെറ്റ് കാര്യക്ഷമതയും അതിൻ്റെ സാമ്പത്തിക ലാഭവും. എഫിഷ്യൻസി കാര്യക്ഷമത കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവരങ്ങൾ വളരെ വേഗത്തിൽ കൃത്യതയോടെയും കൈമാറാനുള്ള ഇൻ്റർനെറ്റിൻ്റെ കഴിവ്. ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ മികച്ച കണക്ഷൻ ഉള്ളതുകൊണ്ട് തത്സമയ ആശയവിനിമയം എളുപ്പമാക്കും. അതുപോലെ സാമ്പത്തിക ലാഭം. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞൊരു കാര്യമാണ്. കത്തയക്കുന്നതിനേക്കാൾ ലാഭമാണ് ഇമെയിൽ. അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് സാധനങ്ങൾ വില കുറയാൻ കാരണമായി. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്നതോടെ വില കൂടിയിട്ടുള്ള ഹാർഡ്വെയറുകളുടെ ആവശ്യം ഇല്ലാതായി. മറ്റൊന്ന് അപ്ലൈയിങ് സോഷ്യൽ മീഡിയ ഫോർ ലാംഗ്വേജ് എൻഹാൻസ്മെൻറ്റ്. ഭാഷ മെച്ചപ്പെടുത്താൻ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം. അതായത് നമ്മൾ നമ്മുടെ ഭാഷകളൊക്കെ മെച്ചപ്പെടുത്താൻ ട്വിറ്റർ, ഫേസ്ബുക്ക്, യൂട്യൂബ് പോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് സഹായകമാണ്. ഒന്ന് ലാംഗ്വേജ് എക്സ്ചേഞ്ച്. മറ്റൊന്ന് അതായത് ഇപ്പോൾ നേറ്റീവ് സ്പീക്കർ ഓരോ സ്ഥലത്ത് നേറ്റീവ് സ്പീക്കേഴ്സിനായിട്ടും നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് അവരെ ഇപ്പോൾ സ്പീക്കിംഗ്, റൈറ്റിംഗ്, ലിസണിങ് ഇതൊക്കെ എന്താണ് മെസ്സേജിങ്ങും അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി ചെയ്യുക. പിന്നെ കമ്മ്യൂണിറ്റികൾ ലാംഗ്വേജ് ലേണിംഗ് കമ്മ്യൂണിറ്റി ഫേസ്ബുക്ക് ഗ്രൂപ്പ് പോലെയുള്ളത് വഴി. അപ്പോൾ ലാംഗ്വേജ് ലേണിംഗ് ആപ്പുകൾ ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം അതൊക്കെ എന്താണ് ഷോർട്ട് വീഡിയോസൊക്കെ വഴി വോക്കാബുലറി, ഗ്രാമർ, പ്രൊനൗൺസിയേഷനൊക്കെ പഠിക്കാൻ പറ്റും. ലാംഗ്വേജ് ചലഞ്ച്, ഫൺ ആക്ടിവിറ്റീസ് ലൈക്ക് അതുപോലെ 30 ഡേ ലാംഗ്വേജ് ചലഞ്ച് പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ലാംഗ്വേജ് റിലേറ്റഡ് കണ്ടൻറ്റുകൾ ഫോളോയിങ് ബ്ലോഗ്സ്, പോഡ്കാസ്റ്റ്, യൂട്യൂബ് ചാനലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മെ സഹായിക്കും. മറ്റൊന്ന് ഫയൽ ഫോർമാറ്റ് ആൻഡ് മ്യൂച്വൽ കൺവേർഷൻസ്. ഫയൽ ഫോർമാറ്റുകളും അവ മാറുന്ന രീതിയും. ഇപ്പോൾ കമ്പ്യൂട്ടറുകൾ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന രൂപമാണ് ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ജെപെഗ് പൊതുവെ നമ്മൾ ഈ ഡിജിറ്റൽ ചിത്രങ്ങളും ഫോട്ടോകൾക്കും ഉപയോഗിക്കുന്ന ഫോർമാറ്റ്. നമ്മൾ ഫോട്ടോസൊക്കെ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമാറ്റ്. PDF പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്ന് പറയും. അതുകൊണ്ട് അതിൻ്റെ ഫുൾ ഫോം നമ്മൾ റിപ്പോർട്ടുകളും പുസ്തകങ്ങളൊക്കെ സൂക്ഷിക്കാൻ. PDF നമ്മൾ പറയാറുണ്ടല്ലോ. MP3 നമ്മൾ പാട്ടുകളും ഓഡിയോകളൊക്കെ എന്താ ചെയ്യാൻ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമാറ്റ്. MP4 വീഡിയോകൾക്കായിട്ടുള്ള ഫോർമാറ്റ്. പിന്നെ കൺവേർഷൻ ടൂൾ അഡോബ് അക്രോബാറ്റ്. PDF കൺവേർട്ട് ചെയ്യാൻ ഫയലുകൾ ഒരു ഫോർമാറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്നതാണ്. PDF മാറ്റാൻ അഡോബ് അക്രോബാറ്റ്, ഓഡിയോക്ക് ക്ലൗഡ് കൺവെർട്ട്, വീഡിയോക്ക് ഹാൻഡ് ബ്രേക്ക്, അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ ഉപയോഗിക്കാറ്. പിന്നെ സെർച്ച് ചെയ്യാനുള്ള ടൂളുകൾ. ഇപ്പോൾ അതായത് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താനുള്ള വഴികളാണ്. ഒന്ന് സെർച്ച് എഞ്ചിൻസ് ഗൂഗിൾ, ബിങ്കോ, യാഹു അതുപോലെയുള്ളത്. പിന്നെ ബൂലിയൻ ഓപ്പറേഷൻസ് ആൻഡ് ഓർ നോട്ട് അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളത്. അതായത് സെർച്ചിങ് ഡോഗ് ആൻഡ് കാറ്റ്, റിട്ടേൺ ഓൺ പേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അഡ്വാൻസ്ഡ് സെർച്ച്. പിന്നെ മറ്റൊന്ന് സബ്ജക്റ്റ് സ്പെസിഫൈഡ് ഡാറ്റാബേസ് ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ. അപ്പോൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ പബ്മെഡ്, അക്കാദമിക് റിസർച്ചിനാണെങ്കിൽ JSTOR, സോഷ്യൽ മീഡിയക്കാണെങ്കിൽ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഹാഷ്ടാഗ് കീവേഡ്സ് അനുസരിച്ച് നമ്മൾ നോക്കുക. ഇതൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.